Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In this lecture, we will be discussing about steps of resource allocation. The steps of resource allocation begins with dividing the project into tasks. The project is divided into different tasks and are managed on task level rather than on project level. As each task is assigned the necessary resources and the resources are managed by the task. അപ്പോൾ ഒരു റിസോഴ്സ് അലോക്കേഷൻ ഒരു പ്രോജക്റ്റിന് ആവശ്യകരമായ രീതിയിലുള്ള റിസോഴ്സിനെ അലോക്കേറ്റ് ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോജക്റ്റിലെ പല ഡിഫറെൻറ്റ് ടാസ്കുകളായി ഡിവൈഡ് ചെയ്യുക. ഒരു എൻറ്റയർ പ്രോജക്റ്റിനെ പല ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസിൻ്റെ ബേസിൽ പല ഡിഫറെൻറ്റ് ടാസ്കുകളായി ഡിവൈഡ് ചെയ്ത് ഓരോ ടാസ്കിനെയും മാനേജ് ചെയ്യുക. അതായത് ഫുൾ പ്രോജക്റ്റ് ലെവലിൽ മാനേജ് ചെയ്യാതെ ടാസ്ക് ലെവലിൽ മാനേജ് ചെയ്ത് ആ ടാസ്കിന് ആവശ്യകരമായ റിസോഴ്സിനെ അസൈൻ ചെയ്തിട്ട് അതിനെ മാനേജ് ചെയ്യുകയാണ് റിസോഴ്സ് അലോക്കേഷൻ പ്രോസസ്സിനകത്ത് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു പ്രോജക്റ്റിനെ പലവിധ ഡിഫറെൻറ്റ് ടാസ്കുകളായി ഡിവൈഡ് ചെയ്യുക. ഓരോ ടാസ്കിനും ആവശ്യകരമായ രീതിയിലുള്ള റിസോഴ്സിനെ അസൈൻ ചെയ്ത് അതിനെ മാനേജ് ചെയ്യുകയാണ്. അസൈനിങ് ദ റിസോഴ്സസ്. ഈച്ച് ടാസ്ക് റിക്വയർസ് റിസോഴ്സസ് ഫോർ ഇറ്റ്സ് സക്സസ്ഫുൾ പെർഫോമൻസ്. It requires a minimum resources to carry out the activities. Generally, there are 5 types of resources. ഒരു പ്രോജക്റ്റിനെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പല ഡിഫറെൻറ്റ് ടൈപ്സ് ആയ ടാസ്ക് ആയി ഡിവൈഡ് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പിലാണ് നമ്മൾ ആ ഒരു ടാസ്കിന് ആവശ്യകരമായ റിസോഴ്സിനെ അസൈൻ ചെയ്യുന്നത്. ഓരോ ആക്ടിവിറ്റീസിനും അല്ലെങ്കിൽ ഓരോ ടാസ്കിനും അതിൻ്റെതായ റിസോഴ്സ് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അത് നല്ല രീതിയിൽ കിട്ടിയാൽ മാത്രമേ അത് സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ജനറലായിട്ട് നമുക്കുണ്ടാകുന്ന പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസോഴ്സസ് ആണ് ലേബർ, എക്യുപ്മെൻറ്റ്സ്, മെറ്റീരിയൽ, ഫെസിലിറ്റീസ് ആൻഡ് മിസലേനിയസ് എന്ന രീതിയിൽ. അതായത് ലേബർ നമുക്ക് ആവശ്യകരമായ മാൻ പവർ അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ടാസ്കിന് ആവശ്യകരമായ മാൻ പവർ റിസോഴ്സസ് HR ഹ്യൂമൻ റിസോഴ്സ് അവൈലബിലിറ്റി കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. എത്രത്തോളം ഏതൊക്കെ സ്കിൽ സെറ്റുള്ള ലേബേഴ്സിനെ ആവശ്യമുണ്ട് എല്ലാ തരത്തിലുള്ള ഹ്യൂമൻ റിസോഴ്സിനെയും അസൈൻ ചെയ്യുക. എക്യുപ്മെൻറ്റ്സ് ആ ഒരു ടാസ്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആവശ്യമുണ്ട് ഈ എക്യുപ്മെൻറ്റ്സിനെ എല്ലാം സപ്ലൈ ചെയ്യുക. മെറ്റീരിയൽ എന്തൊക്കെ മെറ്റീരിയലാണ് ആവശ്യം, എന്തൊക്കെ മെറ്റീരിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊഡക്ഷന് ആവശ്യകരമായ മെറ്റീരിയൽസ് എന്തൊക്കെയാണ്. ഫെസിലിറ്റീസ് എത്രത്തോളം ഓഫീസസ് വേണം, എത്രത്തോളം ബിൽഡിങ്സ് വേണം, എത്രത്തോളം സ്പേസ് വേണം, ഇത്തരം കാര്യങ്ങളെല്ലാം. പിന്നീട് മറ്റ് മിസ്ലേനിയസ് ആയിട്ട് വരുന്ന റിക്വയർമെൻറ്റ്സ് അതായത് ഇൻഷുറൻസ്, അങ്ങനെ പല രീതിയിലുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട്, അങ്ങനെ മിസ്ലേനിയസ് ആയിട്ട് വരുന്ന പല ഡിഫറെൻറ്റ് റിസോഴ്സസ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിലാണ് ഓരോ ടാസ്കിന് ആവശ്യകരമായ റിസോഴ്സിനെ നമ്മൾ അസൈൻ ചെയ്യുന്നത്. Determining resource attributes. Each resource comes with certain qualities which are essential to carry out the project work. At this stage, a new table of information is formed for each resource, showing the resource, its attributes and its availability. ഓരോ സ്പെസിഫിക് ടാസ്ക്കായി ഡിവൈഡ് ചെയ്തുകൊണ്ട് തന്നെ ഓരോ ടാസ്കിനും അതിൻ്റേതായ ആവശ്യമായിട്ടുള്ള റിസോഴ്സിനെ അസൈൻ ചെയ്യുകയും ഈ ഓരോ റിസോഴ്സിനും അസൈൻ ചെയ്തേക്കുന്ന ഓരോ റിസോഴ്സിനും ഓരോ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ലേബർ റിസോഴ്സിനെ അസൈൻ ചെയ്യുമ്പോൾ അതിന് തക്കതായ ക്വാളിറ്റി സ്കിൽ സെറ്റുള്ള ലേബേഴ്സിനെ തന്നെ വേണം. അതേപോലെയാണ് മെറ്റീരിയൽ ഒരു പ്രൊഡക്ഷൻ വർക്കിലേക്ക് നമ്മൾ റിസോഴ്സിനെ അസൈൻ ചെയ്യുമ്പോൾ അത് തക്കതായ ക്വാളിറ്റി, ഇത്ര ലെങ്ത്, ഇത്ര വെയിറ്റ് ഉള്ള മെറ്റീരിയൽ തന്നെ വേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിൽ ഓരോ റിസോഴ്സിനും ഓരോ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. ഇതാണ് നമ്മൾ തേർഡ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ഓരോ റിസോഴ്സിനെയും എടുത്തെഴുതി ആ ഓരോ റിസോഴ്സിനെയും ആവശ്യമായ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ്, ആ ആട്രിബ്യൂട്ട്സിൻ്റെ അവൈലബിലിറ്റി, ഇത്തരം കാര്യങ്ങളെല്ലാമാണ് നമ്മൾ തേർഡ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. റിസോഴ്സ് ലെവലിംഗ്. ഇറ്റ് റിഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ഇൻസ്പെക്ടിംഗ് ദ റിസോഴ്സസ്, ensure that their use is as smooth and level as possible. It is a common scenario that is more advantageous to extend the project schedule to avoid large ups and downs in the resource usage. പ്രോജക്റ്റ് ഷെഡ്യൂൾ ഒരിക്കലും റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റി നോക്കിയല്ല എക്സ്റ്റെൻഡ് ചെയ്യുന്നതും ഷോർട്ട് ചെയ്യുന്നു. പക്ഷേ ഇത്തരത്തിലൊരു സിറ്റുവേഷനിൽ നമ്മൾ പ്രോജക്റ്റ്
റിസോഴ്സ് ലെവലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു റിസോഴ്സിനെ കൃത്യമായിട്ട് ഇൻസ്പെക്ട് ചെയ്യുക, റിസോഴ്സിൻ്റെ യൂസേജ് കൃത്യമായ ലെവലിലും സ്മൂത്ത് ആയിട്ടാണോ പോകുന്നതെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഇൻസ്പെക്ട് ചെയ്യുക. ഇത്തരത്തിൽ കൃത്യമായി ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ഇൻ കേസ് പ്രോജക്റ്റ് ഷെഡ്യൂൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ റിസോഴ്സിൻ്റെ ഉപയോഗം വലിയ അപ്സ് ആൻഡ് ഡൗൺസും, അതായത് ഓവർ യൂസേജും ഷോർട്ടർ യൂസേജും ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇതിനെയാണ് നമ്മൾ റിസോഴ്സ് ലെവലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. Reallocation of resources. It is a constant and continuous function of the project manager throughout the project period. In certain cases, there is need of shift of resources from one task to another or change in the project schedule or budget. Allocation അല്ലെങ്കിൽ റീഅലോക്കേഷൻ ഓഫ് റിസോഴ്സസ് എന്നത് ഒരു പ്രോജക്റ്റ് മാനേജറിൻ്റെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഒരു പ്രോജക്റ്റിൻ്റെ പീരിയഡ് മൊത്തത്തിൽ ആ ഒരു പ്രോജക്റ്റിന് ആവശ്യകരമായ റിസോഴ്സിനെ അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രോജക്റ്റ് മാനേജറിൻ്റെ ഡ്യൂട്ടിയാണ്. ബട്ട് സർട്ടൻ കേസസിൽ ഒരു പ്രോജക്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന റിസോഴ്സസ് അല്ലെങ്കിൽ ഒരു ടാസ്കിൽ ഉപയോഗിക്കുന്ന റിസോഴ്സസ് മറ്റൊരു ടാസ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിൻ്റെ ഷെഡ്യൂളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ബഡ്ജറ്റിലുണ്ടാകുന്ന ചേഞ്ചസ് കാരണം ആ ഒരു റിസോഴ്സ് വീണ്ടും റീഅലോക്കേറ്റ് ചെയ്യേണ്ടി വരും. ഇത്തരം പ്രോസസ്സ് എല്ലാമാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ട്രാക്കിംഗ് യൂട്ടിലൈസേഷൻ റേറ്റ്സ്. It is a common practice that some resources may be kept idle for a long time in a particular project, though resource planning is done effectively. Sometimes project manager may not remember that the resource is idle kept and is paid for without using it. The problem can be solved by tracking resource utilization rates. ഒരു പ്രോജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന റിസോഴ്സ് ചില സമയത്ത് ചില പ്രോജക്റ്റിൽ നല്ല രീതിയിൽ റിസോഴ്സ് പ്ലാനിങ്ങും എല്ലാ കാര്യങ്ങളും എഫക്റ്റീവായി കണ്ടക്ട് ചെയ്തെങ്കിലും ഒരു പ്രോജക്റ്റിലെ റിസോഴ്സ് ചിലപ്പോൾ ഐഡിയലായിട്ട്, അതായത് ഉപയോഗമില്ലാതെ റിസോഴ്സിന് ജസ്റ്റ് നമ്മൾ പേയ്മെൻറ്റ് നൽകി ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഇത്തരം പ്രോബ്ലംസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാക്കിംഗ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ റേറ്റ്സ് യൂസ് ചെയ്യുന്നത്. The utilization rate can be computed as follows. Utilization rate equal to number of hours worked in a week or month divided by total number of hours in a week or month into 100. ഇത്തരത്തിൽ ഒരു യൂട്ടിലൈസേഷൻ റേറ്റിൻ്റെ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് ഒരു റിസോഴ്സിനെ എത്രത്തോളം റേറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട് ഇല്ലയോ എന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. If utilization rate is low, correction action is to be taken by the project manager. ഒരു റിസോഴ്സിൻ്റെ ഇത്തരത്തിൽ നമ്മൾ യൂട്ടിലൈസേഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ എക്സ്പെക്റ്റഡിനെക്കാളും ലോ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ റിസോഴ്സിനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അതിന് തക്കതായ ആക്ഷൻസ് കൊണ്ടുവന്ന് ആ റിസോഴ്സിനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ഇത്തരത്തിൽ ഒരു പ്രോജക്റ്റിൻ്റെ റിസോഴ്സിനെ പല ഡിഫറെൻറ്റ് സ്റ്റെപ്സിലൂടെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് നമ്മൾ ഡിഫറെൻറ്റ് ടാസ്ക്കായി ഡിവൈഡ് ചെയ്തു, പിന്നീട് റിസോഴ്സിനെ അസൈൻ ചെയ്തു, അതിൻ്റെ ആട്രിബ്യൂട്ട്സിനെ അസൈൻ ചെയ്തു, കൃത്യമായിട്ട് അതിനെ ഇൻസ്പെക്ട് ചെയ്തു, റിസോഴ്സ് ലെവലിങ്ങിലൂടെ അതിനെ കൃത്യമായിട്ട് ഇൻസ്പെക്ട് ചെയ്തു, റീഅലോക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ റീഅലോക്കേഷൻ ചെയ്തു, ഫൈനലി നമ്മൾ യൂട്ടിലൈസേഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ആ റിസോഴ്സിനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നും ചെക്ക് ചെയ്തു. ഇതാണ് ഒരു റിസോഴ്സ് അലോക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റെപ്സ് ഓഫ് റിസോഴ്സ് അലോക്കേഷൻ, ഒരു പ്രോജക്റ്റിലെ റിസോഴ്സിനെ എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിന് ബേസ് ചെയ്തൊരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ വായിച്ച് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.